ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. സ്നേഹം നിറഞ്ഞ ചീനിമുക്ക് ശാഖ സെക്രട്ടറി പ്രസിഡന്റ്, മറ്റു ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇത്തരമൊരു വേദിയിൽ എനിക്കും നിങ്ങൾക്കും കൂടുവാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഒരുപാട് കോളുകളും മെസ്സേജുകളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാം സംസാരിക്കുന്ന ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ടാകും എന്നുള്ള ആ ഒരു നിയ്യത്തോടു കൂടി തന്നെ ഈ വന്നിരിക്കുന്ന ഈ ഒരു സമയം ഒരിക്കലും എനിക്ക് നഷ്ടമായിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ചെറിയൊരു സംഭവം പറയാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അവരിങ്ങനെ ഒരു സ്ഥലത്ത് ചുറ്റിലും വട്ടം കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഓടി വന്നു. ആ സമയത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നത്? എന്താണ് ഈ ഇരുത്തത്തിൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇസ്ലാം എന്ന ഈ ഒരു മഹത്തായ നേർവഴി ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി. ഞങ്ങൾക്കതുപോലെ തന്നെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും അവൻ നൽകി. അതുകൊണ്ട് അവനെ പ്രകീർത്തിക്കുവാനും അവനെ ഓർക്കുവാനും അവനെ സ്തുതിക്കുവാനും വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സദസ്സിലിരിക്കുന്നത് എന്ന് നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ ചോദിച്ചു, അത് തന്നെയാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന്? സ്വഹാബാക്കൾ പറഞ്ഞു, അതേ നബിയെ, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നു കൂടിയത് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വീണ്ടും നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്, മറിച്ച് എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വഹി വന്നു. ആ വഹിയിൽ ഇപ്രകാരമാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തു വെച്ച് ഈ സദസ്സിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് കൂടുതലായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുന്ന മലക്കുകളോട് നമ്മളെക്കുറിച്ച് പറയുന്ന, നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെ പേരിലാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അടുത്തേക്ക് വന്നത്. ജിബ്രീൽ എനിക്ക് വഹിയുമായി വന്നിട്ടുണ്ട്. സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹു വാനലോകത്ത് വെച്ച് നമ്മളെക്കൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു സദസ്സിലാണ് നമ്മളിരിക്കുന്നത് എന്ന ഗൗരവത്തോടെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഈ ഒരു സദസ്സിനെ കാണണം. പറയുന്ന കാര്യങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം എന്നുള്ളത് മാതൃകാ മഹദികൾ എന്നുള്ളതാണ്.
നമ്മൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മഹതികളാണ് ആര്? നമ്മുടെ സ്വഹാബ വനിതകൾ അല്ലേ? നമുക്കറിയാം സ്വഹാബ വനിതകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്വഹാബാക്കളുടെ ചരിത്രം നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളെക്കുറിച്ച്, സ്വഹാബ വനിതകളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുവാനാണ് ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നത്. ആരാണ് സ്വഹാബികൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച, ഇസ്ലാം എന്ന മഹിതമായ ആദർശത്തെ ഉൾക്കൊണ്ട, റസൂലിൻ്റെ കൂടെ സഹവസിച്ച, ദീനിനു വേണ്ടി സഹകരിച്ച, സർവ്വതും നൽകിയ ആളുകളാണ് ആര്? സ്വഹാബാക്കൾ. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 100-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ത്? അപ്പോൾ നാം പറഞ്ഞു വന്നത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ആളുകളാണ് ആര്? സ്വഹാബാക്കൾ. വിശുദ്ധ ഖുർആൻ അധ്യായം 9 സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 100-ാം വചനത്തിലൂടെ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വസ്സാബിഖൂന അവരെന്താണ്? മുൻകടന്നവരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അവർ മുഹാജിറുകളും അൻസാറുകളുമാണ്. ആരാ മുഹാജിർ? ആരാണ്? ഇസ്ലാം എന്ന ആദർശം അനുസരിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാടിൽ നിന്ന്, സ്വന്തം വീടും നാടും സമ്പത്തും പിറന്ന മണ്ണ് വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത ആളുകളാണ് ആര്? മുഹാജിറുകൾ. പിന്നെ അള്ളാഹു പറയാണ് വൽ അൻസാർ. ആരാണ് അൻസാറുകൾ? ആരാണ്? ഹിജറ പോയി ആ നാട്ടിലെത്തിയ ആളുകൾക്ക് അവരുടെ സമ്പത്തും അവരുടെ വീടും അവരുടെ ഭാര്യമാരെ പോലും പകുത്തു നൽകിയ, സഹകരിച്ച, അവരെ ഏറെ സഹായിച്ച ആളുകളാണ് ആര്? അൻസാറുകൾ. അപ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? മുഹാജിറുകളും അൻസാറുകളുമുണ്ട്. പിന്നെന്താണ് അവരുടെ ശ്രേഷ്ഠത? വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവരെന്ത് പിന്തുടർന്നിട്ടുണ്ട്? ഇഹ്സാനിനെ, നന്മയെ അവർ പിൻപറ്റിയവരാണ്. അള്ളാഹു വീണ്ടും പറയുന്നു, റളിയല്ലാഹു അൻഹും വറളു അൻഹും. അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ആളുകളാണ് ആര്? സ്വഹാബാക്കൾ. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. അവർക്കാണ് ശാശ്വതമായ സ്വർഗം ഉള്ളത് എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഫളലുകൾ ഈ സ്വഹാബാക്കൾക്ക് ഇസ്ലാം നൽകുന്നുണ്ട് അല്ലേ? റസൂലിനെ കണ്ട് റസൂലിൻ്റെ കാലത്ത് ജീവിച്ച് ഇസ്ലാം എന്ന മഹിതമായ ആദർശത്തെ പിൻപറ്റി ജീവിച്ച ആളുകളാണ് സ്വഹാബാക്കൾ. അതിൽ പുരുഷന്മാർ മാത്രമാണോ ഉൾപ്പെടുക? ആണോ? അല്ല, സ്ത്രീകൾ പെടും, കുട്ടികൾ പെടും, വയോവൃദ്ധർ പെടും. അങ്ങനെ റസൂലിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് ആര്? സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളെ പറ്റി അല്പം ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, ഇസ്ലാമിക ചരിത്രം നമുക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത്? ഈ സ്വഹാബാക്കൾക്കുള്ള ശ്രേഷ്ഠതകൾ നമ്മുടെ പണ്ഡിതന്മാർ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. ശേഷം ആരെ ഇഷ്ടമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ? നമ്മൾക്കൊക്കെ അങ്ങനെയാണ്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, ശേഷം റസൂലിനെ സ്നേഹിക്കുന്നു അല്ലേ? സ്വന്തം ദേഹത്തേക്കാൾ ഇഷ്ടം ആരോട് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണം. അപ്പോൾ ആ റസൂലിനെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സമുദായമായിരുന്നു സ്വഹാബാക്കൾ. നമുക്കറിയാം, മദ്യത്തിലും കള്ളിലും പെണ്ണിലും മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സകല മ്ലേച്ഛതകളും ഉള്ള ഒരു സമുദായത്തെ, ഒരു ഇരുണ്ട കാലഘട്ടത്തെ, ജാഹിലിയ കാലത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഒരു ഇരുണ്ട കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെ
കുൻതും ഖൈറു ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല ഉത്തമ സമുദായം എന്ന നിലയിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനുമായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഇഷ്ടമാണ്, അല്ലേ? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലേ? വഅബ്ദുല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ എന്നെ ആരാധിക്കണം, ശേഷം എന്ത് ചെയ്യണം? നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അതിനേക്കാൾ തൻ്റെ മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠത, തൻ്റെ മക്കളെക്കാൾ ശ്രേഷ്ഠത, തൻ്റെ ഭർത്താവിനേക്കാൾ ശ്രേഷ്ഠത നമ്മുടെ സ്വഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മോളാണ് ആര്? സൈനബ് റളിയല്ലാഹു അൻഹ, അല്ലേ? കാണാൻ സുന്ദരിയായ, കുലീനയായ, ഉന്നത സമുദായത്തിൽ ജനിച്ച ആ മഹദിക്ക് വിവാഹപ്രായമെത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ സൈനബിനെ വിവാഹം അന്വേഷിക്കാൻ. സെയ്ദ് റളിയല്ലാഹു അൻഹു ആരാണ്? അടിമയായിരുന്നു, അല്ലേ? അദ്ദേഹത്തോട് എന്ത് ചെയ്തു? വിവാഹം അന്വേഷിക്കാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. യാതൊരു മടിയും കൂടാതെ എൻ്റെ റസൂല് പറഞ്ഞ ആ ഒരു കാര്യം അനുധാവനം ചെയ്തു. ആരനുസരിച്ചു? സൈനബ് റളിയല്ലാഹു അൻഹ, അല്ലേ? മറ്റൊരു സംഭവം പറയാം. മക്ക പള്ളിയിൽ ആദ്യത്തെ സ്വഫിലിരിക്കുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നീഗ്രോ വംശജനായ, കറുത്തിരുണ്ട, കൂനിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നുണ്ട്, ജുലൈബീബ്, നീയൊരു വിവാഹം കഴിക്കണം. അപ്പം പറഞ്ഞു, റസൂലേ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ആരാ നബിയെ എനിക്ക് പെണ്ണ് തരിക? ഈ കറുത്തിരുണ്ട് വിരൂപനായ എനിക്കാരാണ് നബിയെ എനിക്ക് ഒരു പെണ്ണിനെ തരിക? വിവാഹത്തിന് ഒരു പെണ്ണിനെ ആരാണ് എനിക്ക് തരിക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാലിന്ന നാട്ടിൽ, ഇന്നാലിന്ന സ്ഥലത്ത്, ഇന്നാലിന്ന പ്രദേശത്ത്, ഇന്നാലിന്ന വീട്ടിൽ ഇന്നയാളുടെ ഒരു മോളുണ്ട്. ആ മോളെന്ത് ചെയ്യണം? നീ വിവാഹം ചെയ്യണം, നീ അന്വേഷിച്ച് പുറപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് സന്തോഷമായി? ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. കാരണം ജീവിതത്തിൽ അവർക്ക് വിവാഹമെന്ന സ്വപ്നമില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഒരു മനുഷ്യൻ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വന്ന് പറയുന്നത്, ജുലൈബീബ്, നീ പോയി ആ കുട്ടിയെ വിവാഹം അന്വേഷിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം വേഗം ഒരുങ്ങി യാത്ര പുറപ്പെട്ടു. ആ നാട്ടിലെത്തിയപ്പോൾ ആ വീട് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ റസൂലിൻ്റെ അതിഥിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ എന്ത് ചെയ്തു? വളരെ നന്നായിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. ശേഷം വന്ന കാര്യം പറഞ്ഞു. എന്തിനാ വന്നത്? വിവാഹാലോചനയുമായി വന്നതാണ്. അത് പറഞ്ഞപ്പോൾ ആർക്ക് പറ്റിയില്ല? ആ വീട്ടിലുള്ള ഗൃഹനാഥിനത് പിടിച്ചില്ല. കാരണം ഉന്നത തറവാട്ടിൽ, കുലീന കുടുംബത്തിൽ, സൗന്ദര്യത്തിൻ്റെ നിറകുടമായ തൻ്റെ മകളെ ഇത്രയും വിരൂപനായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ആ മനുഷ്യന് ഒരു അല്പം വിയോജിപ്പ് തോന്നി. അങ്ങനെ വളരെ സങ്കടത്തോടുകൂടി ജുലൈബീബ് റളിയല്ലാഹു അൻഹു തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാനിങ്ങനെ ഇരിക്കുകയാണ്. വീടിൻ്റെ വാതിൽ നിന്നൊരു മുട്ട് കേട്ടു. എന്നിട്ട് ആ സഹോദരി ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഈ വിവാഹം കഴിച്ചുകൊള്ളാം, എനിക്ക് സമ്മതമാണ്, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചുകൊള്ളാം. ജാരിയ റളിയല്ലാഹു അൻഹു എന്നാണ് ആ മഹദിയുടെ പേര്. ചരിത്രത്തിൽ നമുക്ക് കാണാം. നമുക്കറിയാം, വിവാഹത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കും, ഓന് കുറേ ചൊറുക്കുണ്ടോയെന്ന് ആദ്യം നോക്കും, അല്ലേ? കാണാൻ ചൊറുക്കുണ്ടോ നോക്കും, രസമുണ്ടോ നോക്കും, സമ്പത്ത് നോക്കും, തറവാട് നോക്കും, അല്ലേ? ഏറ്റവും ലാസ്റ്റാണെന്ന് നോക്കുക, ദീനുണ്ടോ എന്ന് പലപ്പോഴും ദീനി വിശ്വാസികളായ പലരും നോക്കുക. പക്ഷെ റസൂലിൻ്റെ ആ ഒരു വാക്കിനെ വിലമതിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? ശിരസ വഹിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടു, അല്ലേ? നമുക്കൊക്കെ നമ്മുടെ മക്കൾക്ക് വിവാഹ ആലോചന നടക്കുന്ന സമയത്ത്
നമ്മളും ദീനിന് പ്രാമുഖ്യം നൽകണം എന്നുള്ള മഹിതമായ ഒരു പാഠം ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്ത് ഇഷ്ടമുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സഹാബ വനിതകളുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഉമ്മു അമ്മാറ എന്ന് പറയുന്ന നമ്മുടെ മുൻഗാമിയായ ആ ഒരു സഹോദരി ഹുനൈൻ യുദ്ധവേളയിൽ അവർ യുദ്ധത്തിന് പോകുമായിരുന്നു. അവരുടെ കൂടെയുള്ള സ്വഹാബാക്കൾക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്ക് വെള്ളം, അതുപോലെ രോഗിയായാൽ വെട്ടേറ്റാൽ മുറിവേറ്റാലൊക്കെ അവർക്ക് ചികിത്സിക്കാനൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹദികൾ പോകുമായിരുന്നു. അങ്ങനെ റസൂലിൻ്റെ നേർക്ക് അമ്പും വില്ലും ഇങ്ങനെ ചീറി വരുമ്പോൾ തൻ്റെ വാളുകൊണ്ട് അത് ഇടിച്ചു നിരപ്പാക്കുന്ന ഒരു അവസ്ഥ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇന്ന് നമുക്ക് യുദ്ധം ഉണ്ടാവും? ഇല്ല, ഇന്ന് നമുക്ക് യുദ്ധമില്ല. അത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതില്ല. നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ യുദ്ധം ഫലസ്തീനിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ചോര ചിന്തുന്ന ഫലസ്തീനിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി, TV പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു സമീപനങ്ങളൊന്നും ഇന്ന് അഭിമുഖീകരിക്കേണ്ട അവസ്ഥയില്ല. പക്ഷെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് റസൂലിന് വേണ്ടി കവചമൊരുക്കുന്ന, റസൂലിന് വേണ്ടി പരിചയാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാ? സുമയ്യ റളിയല്ലാഹു അൻഹ. ഒരു പുരുഷനാണോ ആദ്യത്തെ രക്തസാക്ഷി? അല്ല, സുമയ്യ റളിയല്ലാഹു അൻഹ. ഇസ്ലാം എന്ന ആദർശത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് അബൂജഹലും കൂട്ടരും സുമയ്യ, യാസർ, അമ്മാർ കുടുംബത്തെ അതികഠിനമായി പീഡിപ്പിച്ചിട്ടുണ്ട്, വളരെയധികം ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലോടുകൂടി വലിച്ചിഴച്ചുകൊണ്ട് അവരെ പോകുന്നുണ്ട്. അങ്ങനെ അബൂജഹലിൻ്റെ കുന്തം, കൂർത്ത കുന്തം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യഭാഗത്ത് ഇങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോഴും അള്ളാഹുവാണ് അഹദ്, അള്ളാഹുവാണ് ദൈവം, അള്ളാഹുവാണ് രക്ഷകൻ എന്നുള്ള ആ ഒരു ഉന്നതമായ ആദർശത്തെ മുറുകെ പിടിച്ച ആളുകളാണ് നമ്മൾ. നമ്മുടെ ജീവിതം നഷ്ടപ്പെടുക എന്ന് വിചാരിക്കുമ്പോൾ, അങ്ങനൊരു രംഗം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെന്താ പറയുക? ഞാൻ വെറുതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം നോക്കുന്നതാണ് നമ്മുടെ ജീവനെ നമ്മൾ എന്ത് ചെയ്യും? സേഫ്റ്റി ആക്കാൻ നോക്കും, നമ്മളെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുക. അപ്പോൾ അവർക്ക് നമുക്കറിയാം, ഇന്നുള്ള പോലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിമയായിരുന്ന ആളുകളായിരുന്നു മുൻകാല പൂർവികരൊക്കെ തന്നെയും. അപ്പോൾ അവർ അന്നേ കാലത്ത് തന്നെ പട്ടിണിയായി, യാതൊരു നല്ല സാമ്പത്തികമായി മുന്നോട്ട് വെക്കാത്ത ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ അവർ സഹിച്ചത് എന്തിനാണ്? നാളെ എന്ത് കിട്ടും? സ്വർഗം കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായത് കൊണ്ടാണ് അന്ന് അബൂജഹലിൻ്റെയും കൂട്ടരുടെയും ഒക്കെ മുമ്പിൽ ആഴ്ന്നിറങ്ങുന്ന കുന്തം ഏറ്റുവാങ്ങിക്കൊണ്ട് മരണം വരിച്ച ആ ഒരു സംഭവമൊക്കെ ഉള്ളത് അല്ലേ? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്വർഗമായിരുന്നു. അപ്പം മരണം മുമ്പിൽ കണ്ടപ്പോഴും ഒരിക്കലും അവരുടെ ദീനിനെ ഒരിക്കലും അവർ വിട്ടിട്ടില്ല. മറ്റൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക ചരിത്രം നമുക്കെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഹൻസ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരാളെ കാണാം. എന്താ പേര്? ഹൻസ റളിയല്ലാഹു അൻഹ. അവർ ജാഹിലിയ കാലത്തിലായിരിക്കുമ്പോൾ നന്നായി കവിതകൾ എഴുതുന്ന, നന്നായി അവരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന വാക്കുകളെ കൊണ്ട് നന്നായി എഴുതി പിടിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ആര്? ഹൻസ റളിയല്ലാഹു അൻഹ. അവർക്ക് 4 മക്കളുണ്ടായിരുന്നു. അവരുടെ സഹോദരനാണ് ആര്? സുഹർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം റസൂലുമായി യുദ്ധം ചെയ്തുകൊണ്ടോ മറ്റോ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ദിവസങ്ങളോളം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കവിതകൾ ഉണ്ടാക്കി വിലാപകാവ്യങ്ങൾ രചിച്ച ഹൻസയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ മഹദി എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് വന്നു. ആ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് അവരുടെ 4 മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിന് പോയി, യുദ്ധത്തിന് പോയി അവരെന്ത് ചെയ്യുന്നത്? ഷഹീദാകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഹൻസ പറയുന്നൊരു വാക്കുണ്ട്, സുഹർ മരിച്ചപ്പോൾ ഞാൻ കണ്ണീര് വാർത്തതുപോലെ എൻ്റെ ഈ 4 മക്കൾ മരിച്ചിട്ട് ഞാൻ കണ്ണീര് വാർക്കില്ല കേട്ടോ. എൻ്റെ ഈ 4 മക്കൾ മരിച്ചാലും ഞാൻ കണ്ണീര് വാർക്കുകയില്ല. കാരണം അള്ളാഹു ഇതെനിക്ക് തന്ന ഒരു അവസരമാണ്.
എൻ്റെ മക്കൾ ദീനിയായി വളർന്നു, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സ്വന്തം ശരീരത്തെ സമർപ്പിച്ചു, അതിന് കൃത്യമായ ഷഹീദിൻ്റെ കൂലി നാളെ സ്വർഗത്തിൽ കിട്ടും എന്ന ഉറച്ച വിശ്വാസം ഉണ്ട് എന്ന് ആ ഒരു ഉമ്മ പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ മക്കളുള്ളവരാണ്. നമ്മളെ മക്കളാണ് അത്തരത്തിൽ മരണപ്പെട്ടത് എങ്കിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ നമ്മൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി നമ്മൾ നടക്കും അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ഈമാൻ ഒന്ന് നമ്മുടെ ഈമാനുമായി നമ്മൾ തുലനം ചെയ്ത് നോക്കുക, ഒന്ന് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ എത്രത്തോളം ഈമാൻ അവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ഈമാനിക ശക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിത്യജീവിതത്തിലെ പല സാഹചര്യത്തിലും നമ്മൾ ചേർത്തു പിടിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു ഉപ്പയും മോനും എന്നും കയറി വരുമായിരുന്നു. റസൂലിൻ്റെ സദസ്സിലേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ, ദർസുകൾ കേൾക്കുവാൻ സ്വഹാബാക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ ഒരു മോനെയും ഉപ്പയെയും കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അന്വേഷിച്ചു. ദിവസവും സദസ്സിലുണ്ടായിരുന്ന ഒരാളെ കാണുന്നില്ല. ചോദിച്ചു, എന്താണ് പ്രശ്നം? അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി, ആ കുഞ്ഞുമോൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. അതുകൊണ്ടാണ് ആ ഉപ്പ, ആ മനുഷ്യൻ, ആ സ്വഹാബി വരാത്തത് എന്ന് പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കുക. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്തരമൊരു അവസരം ഉണ്ടാകുമ്പോൾ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തേ? ചെറിയ മക്കൾ മരിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കും. സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു വീട്, ഭംഗിയുള്ള നിറപ്പകിട്ടാർന്ന ഒരു വീട് അവർക്ക് വേണ്ടി ഉണ്ടാക്കും. ആ വീടിൻ്റെ പേരെന്താണ്? ബൈത്തുൽ ഹംദ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് ജീവിത പ്രതിസന്ധികൾ വന്നപ്പോൾ അവർ തവക്കുലാക്കി, അവർ പ്രതീക്ഷ വെച്ചു. എന്ത്? നാളെ ഇന്നുള്ള നഷ്ടത്തിന് നാളെ എനിക്കെന്ത് കിട്ടും? എനിക്ക് അള്ളാഹുവിൻ്റെ വിശാലമായ ശാശ്വതമായ സ്വർഗം കിട്ടും എന്ന ഒരു ഉറപ്പ്, ഒരു വിശ്വാസം ആർക്കുണ്ടായി? നമ്മുടെ മുൻകഴിഞ്ഞ സ്വഹാബാക്കൾക്ക് ഉണ്ടായി. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകേണ്ട എന്താണ്? കരഞ്ഞ് വിലപിച്ച് മാറത്തടിച്ച് നെഞ്ചടിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമല്ല. എൻ്റെ പ്രയാസങ്ങൾക്ക്, എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്ത് കിട്ടും? നാളെ എനിക്ക് അർഹമായ പ്രതിഫലം കിട്ടും എന്ന ഒരു ചിന്ത നമുക്ക് വരേണ്ടതുണ്ട്. മറ്റൊരു സംഭവം നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു വരികയാണ്. അവർ യുദ്ധത്തിനുള്ള പടക്കോപ്പുകളൊക്കെ ഇങ്ങനെ കെട്ടി റെഡിയാക്കുന്ന, സജ്ജീകരിക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ പെട്ടെന്ന് ആ സദസ്സിലേക്ക് ആര് വന്നു? ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ വരുമ്പോൾ സ്ത്രീയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു പൊതി കാണുന്നുണ്ട്. അപ്പോൾ സ്വഹാബാക്കളിൽ നോക്കി. സാധാരണ സ്ത്രീകൾ അത്തരം സാഹചര്യത്തിൽ വരാറില്ല. എന്തിനാണ് സ്ത്രീ വന്നതെന്ന് പറഞ്ഞിട്ട് നോക്കി. റസൂൽ പറഞ്ഞു, റസൂലിനോട് റസൂൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നതെന്ന്. അപ്പോൾ സ്വഹാബാവനിത പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ യുദ്ധത്തിന് പുറപ്പെടാൻ ആരുമില്ല നബിയെ, എൻ്റെ വീട്ടിൽ യുദ്ധത്തിന് പുറപ്പെടാൻ ആരുമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നെ ആകെയുള്ളത് ഈ ചോരപ്പൈതലാണ്. കെട്ടിക്കൊണ്ടുവന്ന എന്താണ്? സ്വന്തം കുട്ടിയെയാണ്. കുട്ടിയെ പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്. ആകെയുള്ളത് ഈ കുട്ടിയെയാണ്. ഈ കുട്ടിയെ നിങ്ങൾ എടുത്തു നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബാക്കൾ എന്ത് ചെയ്തു? അതിശയിച്ചു. ഈ ചെറിയ മിണ്ടാൻ സംസാരിക്ക ശേഷിയില്ലാത്ത, സംസാരിക്കാൻ പ്രായമാകാത്ത ഈ ഒരു കുട്ടിയെ എന്തിനാണ് യുദ്ധത്തിന് എന്ന് സ്വഹാബാക്കൾ ഇങ്ങനെ അമ്പരന്ന് നോക്കി. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, റസൂലെ, എൻ്റെ കയ്യിലുള്ളത് ഇത് മാത്രമാണ്. റസൂലെ, നിങ്ങൾക്കെതിരെ അമ്പുകൾ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ എൻ്റെ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുക? പരിചയാക്കിക്കോളൂ. എൻ്റെ കുട്ടിയെ നിങ്ങൾ പരിചയാക്കിക്കോളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് തോന്നുമോ നമ്മുടെ കുട്ടിൻ്റെ കാലൊരു മുറിവ് പറ്റുമ്പോൾ നമുക്ക് എന്താണ്? ബേജാറാണ്, സങ്കടമാണ്, വിഷമാണ്. അപ്പോൾ സ്വന്തം ചോര പൈതലിനെ അള്ളാൻ്റെ റസൂലിനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രത്തോളമില്ലെങ്കിലും റസൂല് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ സന്നദ്ധരാവണം. ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? കേൾക്കൂലേ? നമുക്കൊരാളെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് റസൂലിന് ഇഷ്ടമാണെന്ന് നമ്മൾ പറയുന്നു.
റസൂലിനെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? റസൂൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. റസൂൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും സന്നദ്ധരാകലാണ് റസൂലിനോടുള്ള ഇഷ്ടം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അപ്പം അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം അബൂ ത്വൽഹ ഉമ്മു സുലൈം ദമ്പതികൾ, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂ ത്വൽഹ ഉമ്മു സുലൈം ദമ്പതികൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അതിഥി വന്നു, അല്ലേ? അതിഥിയെ ആര് സൽക്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അബൂ ത്വൽഹ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണങ്ങൾ അവരുടെ മക്കളെ അവർ നേരത്തെ കിടത്തി ഉറക്കി അതിഥിയെ സൽക്കരിച്ച ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പോലും ആ ഒരു സംഭവത്തെക്കുറിച്ച് അതിശയിച്ച ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ഓർമ്മയിലുണ്ടാവും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളെ കുട്ടിൻ്റെ വയറ് നിറയട്ടെ, നമ്മളെങ്ങനെയാണ് ദാനം ചെയ്യൽ? നമ്മളാദ്യം നമ്മളെ സേഫ്റ്റി ആക്കും, നമ്മളെ മക്കൾക്കൊക്കെ ഉള്ളത് ഒക്കെ സെറ്റാക്കി വെക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് വയറുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അത് ദാനം ചെയ്യാറാണ് പതിവ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയായിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ വരുന്നുണ്ട്, 2 കൈ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഉമ്മ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ എന്താണുള്ളത്? ഒരു 3 കാരക്ക ഉണ്ട്, 3 കാരക്ക. അപ്പം ആ 3 കാരക്കയും ആരെടുത്തു കൊടുത്തു? ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു കൊടുത്തു. ആ സ്ത്രീ എന്ത് ചെയ്തു? 2 കാരക്ക ഓരോ മക്കൾക്കും എന്ത് ചെയ്തു? കൊടുത്തു. 3ാമത്തെ ആ ഒരു കാരക്ക തൻ്റെ വായിലേക്ക് ഇടാൻ നോക്കുമ്പോൾ മക്കൾ കരഞ്ഞു. അപ്പം എന്ത് ചെയ്തു? ആ കാരക്ക കൂടി പകുത്ത് നൽകിയ സന്ദർഭമുണ്ട്. അടുപ്പുകൾ മാസങ്ങളോളം പുകയാതിരുന്ന ഒരു സാഹചര്യം നമ്മുടെ സഹാബാക്കൾക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്, അല്ലേ? നോമ്പുകാരിയായി നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു സമയത്തേക്ക് എടുത്തു വെച്ച ഭക്ഷണമാണെന്ത്? ആ ഒരു 3 കാരക്ക. അതുപോലും ദാനം ചെയ്ത ഒരു സംഭവം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും നമുക്കുണ്ടോ നോക്കിയിട്ടല്ല, നമുക്ക് മിച്ചം വെച്ചിട്ടല്ല നമ്മൾ ദാനം ചെയ്യേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? നമുക്കിഷ്ടപ്പെട്ടത്, നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ നമ്മൾ കൊടുക്കുന്ന ദാനത്തിനാണ് എന്തിൻ്റെ ശ്രേഷ്ഠത ഉള്ളത്, അതിനാണ് മഹത്വം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടാത്തതല്ല കൊടുക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് കൊടുത്ത് നമുക്ക് നാളെ സ്വർഗത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകണം. അങ്ങനെ ആ അബൂ ത്വൽഹ എന്താണ്? ഒരു യാത്രക്ക് പോയി, അല്ലേ? ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോനെവിടെ, അല്ലേ? നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ചോദിക്കും, മക്കൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെവിടെ, മോനെവിടെ എന്ന് ചോദിക്കും. അങ്ങനെ ആര് ചോദിച്ചു? അബൂ ത്വൽഹ ഉമ്മു സുലൈമിനോട് ചോദിച്ചു, മോനെവിടെ? അപ്പോൾ മോനെവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭർത്താവിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, അവർക്ക് ശാരീരിക ബന്ധത്തിൽ നല്ല അവരേർപ്പെട്ടു. അങ്ങനെ ശേഷം ഉമ്മു സുലൈം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത്? നമ്മൾക്കൊരാൾ കടം നൽകിയാൽ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേന്ന്. അപ്പോൾ അബൂ ത്വൽഹ പറഞ്ഞു, അതുണ്ട്, അത് നിർബന്ധമായിട്ടുണ്ട്, ബാധ്യത നമ്മളെ നിറവേറ്റിയ ബാധ്യത നമ്മൾ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, അള്ളാഹു നമുക്ക് നൽകിയ കടമായി തന്ന നമ്മുടെ മോൻ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബൂ ത്വൽഹ ആകെ അതിശയിച്ചു, വെപ്രാളപ്പെട്ടു. വേഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോയിട്ട് ആ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെന്ത് ചെയ്യും? ആദ്യം നമ്മൾ തോണ്ടണ ഫോണിലൊരു സെൽഫി എടുക്കും, അല്ലേ? ലൈവായിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഭർത്താവിനെ നമ്മൾ അറിയിക്കും, ആ കുട്ടിക്ക് ഇങ്ങനെ പറ്റിക്കണിട്ടോ, കുട്ടിക്ക് ഇന്ന മാതിരി പറ്റിക്കണം, ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ നമ്മൾ പറയും. അത് പറയണ്ട എന്നല്ല ഇവിടെ പറഞ്ഞത്, മറിച്ച് എന്താണ്? നമ്മളെ ഭർത്താവ് യാത്രയിലാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന നിസാര കാര്യങ്ങൾ പോലും വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങൾ, പറയണ്ട എന്നല്ല അവിടെ പറഞ്ഞത്. അതിനൊക്കെ ഒരു അനുധാവനം, അതിനൊക്കെ ഒരു മിതത്വം, ഒരു സാവകാശം നമ്മൾ കൊടുക്കണം എന്നാണ് സ്വഹാബാക്കളുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഖദീജ റളിയല്ലാഹു അൻഹ, അല്ലേ? ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നമുക്കറിയാം, മക്കയിലെ സമ്പന്നയായ, കുലീനയായ, ധനാഢ്യയായ ആളായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം അന്വേഷിച്ചു. വിവാഹം കഴിച്ചപ്പോൾ മക്കയിലുള്ള ആളുകളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്ത്? ഈ നാട്ടിൽ ഉന്നതരായ പ്രമാണിമാരുണ്ട്, പൈസക്കാരുണ്ട്, സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടായിട്ടും
ഖദീജ, നിനക്ക് കിട്ടിയത് ആരാണ്? ദരിദ്രനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ എന്ന് മക്കക്കാർ ആരോട് ചോദിച്ചു? ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ദിവസം മക്കയിലുള്ള എല്ലാവരും എന്ത് ചെയ്തു? വിളിച്ചുകൂട്ടി. മക്കയിലുള്ള എല്ലാ പ്രമാണിമാരെയും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ഇതുവരെയുള്ള സമ്പത്ത് മുഴുവൻ ഞാൻ എൻ്റെ ഭർത്താവിന് നൽകി. ഇന്നു മുതൽ അദ്ദേഹം സമ്പന്നനാണ്, ഞാൻ എന്താണ്? ദരിദ്രയുമാണ്. അല്ലേ? അദ്ദേഹം സമ്പന്നനാണ്, ഞാൻ ദരിദ്രയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൊന്നു വാങ്ങി, ലക്ഷം സ്വർണം വാങ്ങി, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എടുത്തു, ഉപയോഗിച്ചു. അല്ലേ? അത് കുറച്ച് വൈകുമ്പോൾ അല്ലെങ്കിൽ എടുത്തു തരാൻ ഉള്ള സാവകാശം അയാൾക്ക് കൊടുക്കാതെ നമ്മളെന്ത് ചെയ്യും? പരമാവധി ആ മനുഷ്യനെ വെറുപ്പിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ. അല്ലേ? ആരാ ഖദീജ റളിയല്ലാഹു അൻഹ? ആരാ? സമ്പന്നയായ ആ ഒരു മഹദി തൻ്റെ എല്ലാ സമ്പത്തും ആർക്കാ കൊടുത്തത്? സ്വന്തം ഇണക്ക് നൽകി. ഇതിൽ നമുക്ക് പാഠങ്ങളുണ്ട്, നമുക്ക് പകർത്താനുള്ള പാഠങ്ങളുണ്ട്. നമ്മൾ അത്തരത്തിൽ നമ്മുടെ പൊന്നോ ആഭരണങ്ങളോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ വെറുപ്പിക്കരുത്. അല്ലേ? ആ മനുഷ്യൻ്റെ, നമ്മുടെ സ്വന്തം ഇണയുടെ തൃപ്തിയിലാണ് നമുക്ക് നാളെ എന്ത് കിട്ടുക? സ്വർഗം കിട്ടുക. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സന്ദർഭം. അല്ലേ? ഹിറാ ഗുഹയിൽ വെച്ച് വഹി ഇറങ്ങി. റസൂല് പേടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ജിബ്രീൽ വന്ന് പറയാണ്, ഇഖ്റ, നീ വായിക്ക്. റസൂൽ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. വലിയ ജിബ്രീലിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഈ ഒരു സംസാരമൊക്കെ കണ്ടപ്പോൾ ആർക്ക് പേടിയായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയായി. ആ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്തുൽ അലക്കിലെ 5 ആയത്ത് അവിടെ ഇറങ്ങി. റസൂൽ നേരെ തിരിച്ചു അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. അല്ലേ? വീട്ടിലേക്ക് പോയിട്ട് ആരോട് കാര്യം പറഞ്ഞു? സ്വന്തം ഭാര്യയോട് വിഷമം പറഞ്ഞു, സങ്കടം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്ന രംഗമുണ്ട്. അല്ലേ? നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാണ്. അപ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്ക് സഹായത്തിന് ഉണ്ടാകും എന്ന് സ്വന്തം പ്രിയതമ അവിടെ ആശ്വസിപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ ഭർത്താവിന് പ്രയാസം വരുമ്പോൾ, വിഷമം വരുമ്പോൾ നമ്മളോട് വന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഉത്തമ ഭാര്യമാരാണ്. അല്ലേ? വീട് എന്നുള്ള എന്താണ്? സക്കീനത്തിൻ്റെ കേന്ദ്രമാണ്, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ കേന്ദ്രമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഉത്തമയായ ഭാര്യയാണ്, ഇണയാണ്. അപ്പോൾ ഈ ഒരു ചരിത്രങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടുന്ന, നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് എന്താണ്? ഒരു വൃദ്ധയായ ഒരാളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലേ? റസൂലിൻ്റെ വിവാഹത്തിന്, റസൂൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ മക്കളുണ്ട്. എന്നിട്ടും റസൂൽ പറയായിരുന്നു എൻ്റെ ഖദീജ എന്ന്. അല്ലേ? എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് മറ്റു ഭാര്യമാരോട് ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു. വീട്ടിൽ ഒരു എന്തെങ്കിലും മാംസം അറുത്താൽ അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുകൊടുക്കുമായിരുന്നു. അത് ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു സന്തോഷത്തിൻ്റെ അടയാളം, ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു കൺകുളിർമയാണ് അത്തരം പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഞങ്ങളെ കുടുംബത്തിലൊരു ഒരു വയസ്സായ ഒരാൾ മരിച്ചു, ഒരു ഭാര്യ മരിച്ചു. അപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയോവൃദ്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ വീടിങ്ങനെ സന്ദർശിക്കാൻ പോയപ്പോൾ അസർ നമസ്കാരത്തിന് വേണ്ടി വുളു എടുത്തിട്ട് ആ മനുഷ്യന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കണ്ണിൽ നിന്നും നിറയെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നമസ്കരിക്കാൻ വുളു എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ എനിക്ക് മുസല്ല അവിടെ വിരിച്ചു തരുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മളെക്കുറിച്ച് എന്ത് അഭിപ്രായമാണോ ഉള്ളത്, ആ ഒരു അഭിപ്രായമായിരിക്കും നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. ഭർത്താവിൻ്റെ തൃപ്തിയിൽ മരിക്കുന്ന ഭാര്യയ്ക്ക് എന്തുണ്ട്? നമ്മുടെ സ്വഹാബാക്കൾ പോയ സ്വർഗം. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ടതാ. ആരാ? ഉമ്മു സലമയും അബൂ സലമയും കേട്ടിട്ടില്ലേ ചരിത്രം?
സലമ എന്ന കുട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മോനെ, നീ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? നീ ബിസ്മി ചൊല്ലണം, അരികിൽ നിന്ന് തിന്നണം, ആവശ്യത്തിനെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ഭക്ഷണ മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം അത് സലമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ആ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ് ആര്? അബൂ സലമ. ഉമ്മയാണ് ആര്? ഉമ്മു സലമ. അങ്ങനെ അബൂ സലമ മരിക്കുന്ന ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഇതിലും ഉത്തമമായത് നിനക്ക് നൽകട്ടെ, ഇതിലും ഉത്തമമായത് നിനക്ക് നൽകട്ടെ എന്ന്. അപ്പോൾ അബൂ സലമ ഉമ്മു സലമ ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇതിലും ഉത്തമമായത് എനിക്ക് എങ്ങനെയാണ് കിട്ടുക? എനിക്ക് എങ്ങനെയാണ് ഇതിലും ഉത്തമമായത് കിട്ടുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു ഇതിലും ഉത്തമമായത് കിട്ടുമെന്ന്. ശേഷം ചരിത്രം വായിച്ചു നോക്കുമ്പോൾ എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? നമ്മളൊക്കെ വായിച്ചതാണ്. അപ്പോൾ ഹലോ അല്ലേ? അപ്പോൾ ആ ഒരു ചരിത്രത്തിലൊക്കെ നമുക്കുള്ള പാഠങ്ങൾ ഇഷ്ടം പോലെയാണ്. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ, റസൂൽ മരിക്കുമ്പോൾ എത്രയാണ് പ്രായം? എത്ര പ്രായമുണ്ട്? എത്ര? 18 വയസ്സ് അല്ലേ? റസൂൽ മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു 18 വയസ്സ് പ്രായത്തിനിടക്ക് 300ഓളം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിതയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് എപ്പോഴും ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ആര് വരികയായിരുന്നു? സ്വഹാബ വനിതകൾ വരികയായിരുന്നു. റസൂലിൻ്റെ അടുത്തൊരു പരാതി എത്തി. സ്വഹാബാക്കൾക്ക് എന്നും എന്താണ് ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തിരുന്ന് വന്നിട്ട് എന്ത് ചെയ്യുക? ദീന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. റസൂലെ, ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യമില്ല, ഞങ്ങൾക്കും അത്തരത്തിലൊരു മാർഗം, ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂല് പറഞ്ഞത് ഒരു ദിവസം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തൊരു ദിവസം. എന്നിട്ട് അന്ന് ദീന് പഠിക്കാൻ, അറിവ് പഠിക്കാൻ, ഇൽമ പഠിക്കാൻ വേണ്ടി സ്വഹാബ വനിതകൾ പോയിരുന്നു എന്നാണ്. നമ്മളൊരു ക്ലാസ്സിനെ വിളിച്ചാൽ നമ്മളെന്ത് പറയും? നമ്മളെ എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിന് പോകും. ഞങ്ങളല്ല പറഞ്ഞത്, പൊതുവേ സമൂഹത്തിൻ്റെ, നമ്മളെ മുസ്ലിം സ്ത്രീകളുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സ്ഥിതിവിശേഷം നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? എത്ര ആയത്തുകളുണ്ട്? കൃത്യമായിട്ട് ആർക്കാ പറയാൻ പറ്റുക? 6000? ഉറപ്പുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, 2 ബിസ്മിയുള്ള സൂറത്ത് അറിയോ? ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഒന്നും വേണ്ട. വിശുദ്ധ ഖുർആനിൽ ഓരോ സൂറത്തിനും ഓരോ പശ്ചാത്തലമുണ്ട് അല്ലേ? ഇറങ്ങാനുണ്ടായ സാഹചര്യങ്ങളുണ്ട്. ഏത് സമയത്താണ് ഇറങ്ങിയത്? മക്കിയ സൂറത്താണോ മദനിയ സൂറത്താണോ എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാനാവോ? ഒന്നും വേണ്ട. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് അറിയോ? നമ്മളൊരു ആത്മവിചിന്തനം നമ്മൾ നടത്തുക അല്ലേ? ദിവസവും എത്ര തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്? നിർബന്ധ നമസ്കാരങ്ങളിൽ 17 തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പറഞ്ഞതെന്നുള്ള ഒരു ആശയം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയില്ല. ഒരാവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആൻ കൃത്യമായി ആശയസഹിതം അർത്ഥസഹിതം വായിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? വിശുദ്ധ ഖുർആനിൽ കുൽ എന്ന് തുടങ്ങുന്ന 5 സൂറത്തുണ്ട്. കുൽ അറിയോ? ഞാൻ നിങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കില്ല, മറിച്ച് നമ്മുടെ അറിവ്, നമ്മുടെ ഗ്രന്ഥത്തെക്കുറിച്ച്, നമ്മുടെ ഇസ്ലാം എന്ന ദീനിനെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുൽ എന്ന് തുടങ്ങുന്ന എത്ര അധ്യായമുണ്ട്? 5 അധ്യായമുണ്ട്. അറിയോ? ഏതാണൊന്ന് പറഞ്ഞു നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പിന്നെതാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒന്നും കൂടി ഉണ്ട്. നമ്മൾ ചിന്തിക്കുക. സൂറത്തുൽ ജിന്ന്,
ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. അല്ലേ? പല ആൾക്കാർക്കും എന്താണില്ല പെട്ടെന്ന് മൈൻഡിൽ വരാത്തൊരു കാര്യമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അത്രത്തോളം ആഴത്തിൽ നമ്മൾ പഠിക്കാനുണ്ട്, അവസരങ്ങളുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുത്ത് ശിഷ്യന്മാർ സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു അറിവ് പഠിക്കാൻ. ശിഷ്യന്മാരുണ്ടായിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ ഇമാം മാലിക് ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നൊരു മുട്ട് ഇങ്ങനെ കേൾക്കും. ഡോറിന് ഇങ്ങനെ ഒരു മുട്ട്. ആരാ മുട്ടുക? ഇമാം മാലിക്കാണോ? അല്ല, ഇമാം മാലിക്കിൻ്റെ മകളിങ്ങനെ മുട്ടും. തെറ്റിപ്പോകുമ്പോൾ ഡോറിനിങ്ങനെ മുട്ടും. അവിടെ ഇന്നമാർക്ക് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള സൂചന കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിവ് നേടുക എന്നുള്ളത് കേവലം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മൗലവിമാരുടെ ഉസ്താദ്മാരുടെ ബാധ്യത അല്ല, നമുക്കുണ്ട് അതിനുള്ള ബാധ്യത. അല്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെല്ലാ അടിമകളും തുല്യരാണ്. അല്ലേ? എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അതിൽ അറിവ് നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും. നമ്മൾ പറയുന്നതാണ്, എനിക്കെത്ര വയസ്സായി, എനിക്ക് 40-45 വയസ്സ് എനിക്കായി എന്നാ പറയാം. അല്ലെങ്കിൽ 50 വയസ്സായി, ഇനിയിപ്പോൾ പഠിക്കുക. ചെറിയ കുട്ടികളമാർക്ക് ഞാൻ പഠിക്കണം. നമ്മൾ ആലോചിക്കുക, നമ്മളെ കയ്യിലൊക്കെ എന്തുണ്ട്? സ്മാർട്ട് ഫോണുണ്ട്. അല്ലേ? ടച്ച് ഫോണുണ്ട്. ഈ ഫോൺ കിട്ടുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ ഏതായിരുന്നു? ചെറിയ നോക്കിയൻ്റെ ഒരു ചെറിയൊരു ഫോൺ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഫോൺ കിട്ടിയപ്പോൾ നമുക്ക് എന്തില്ല, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ നമുക്കില്ല. നമ്മളെന്ത് ചെയ്തു? നമ്മളെ മോളെ വിളിച്ചു അല്ലെങ്കിൽ മോനെ വിളിച്ചു. എടി ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. അമ്മച്ചിക്ക് വാട്സപ്പിൽ എങ്ങനെ വിളിക്കാമെന്നും എങ്ങനെ മെസ്സേജ് അയക്കാമെന്നും അറിയില്ല, യൂട്യൂബ് എങ്ങനെ എടുക്കാമെന്ന് അറിയില്ല, വീഡിയോ കോൾ എങ്ങനെ ചെയ്യാൻ അറിയില്ല എന്ന് പറയും. എന്നിട്ട് നമ്മളെ മോനോട് എന്ത് ചെയ്യും? അത് നോക്കി നമ്മൾ പഠിച്ചതാണ്. ഈ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ലായിരുന്നു. ഞാനിത് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ചതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു പൊന്ന് വാങ്ങണം, നമ്മൾ സ്വർണം വാങ്ങാൻ പോയി കടയിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഒരു കടയിൽ കയറി, അവിടുത്തെ മോഡൽ നമുക്ക് പറ്റിയില്ല, ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ നമ്മൾ നോക്കും, മോഡൽ പറ്റിയില്ല. അടുത്ത കടയിൽ കയറി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു? പല കടകളിൽ കയറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്യും. അന്ന് നമ്മുടെ സ്വഹാബാക്കളുടെ കയ്യിലുണ്ടായിരുന്ന ആ വിശുദ്ധ ഗ്രന്ഥമാണെന്നുള്ളത് നമ്മളെ കയ്യിലൊന്നുള്ളത്, മാറ്റത്തിരുത്തലുകളൊന്നുമില്ലാതെ അന്നുള്ള ആ ഒരു ഗ്രന്ഥമാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ പരലോകത്ത് നമ്മൾ കഷ്ടപ്പെടും. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചാൽ ഖബറിൽ ചോദ്യമുണ്ട്. അല്ലേ? നമ്മൾ പഠിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക. ദീനിയായിട്ട് വിശ്വസിച്ച ഒരാളെന്ത് പറയും? റബ്ബി അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യമുണ്ട്, മാ ദീനുക. അല്ലേ? നിന്റെ ദീനാണ് ഇസ്ലാം ദീനാണെങ്കിൽ നമ്മളെന്ത് പറയും? ദീനി അൽ ഇസ്ലാം. മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട്, റസൂൽ എങ്ങനെ കാണിച്ചിട്ട് പറയും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ ആൾ ആരാണ്? ഇസ്ലാം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എന്ത് പറയും? അത് റസൂലുള്ളയാണെന്ന് പറയും. നാലാമത്തെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മാ ഇൽമുക. എന്താണ്? മാ ഇൽമുക, നിന്റെ അറിവ് എന്താണ്? അപ്പം നമ്മൾ പറയാം, എനിക്ക് MBBS ഉണ്ട്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ടീച്ചറാണ്, ഞാൻ അക്കൗണ്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളവിടെ രക്ഷപ്പെടുമോ? എന്തു വേണം? അവിടെ നമുക്കുള്ള ഉത്തരം എന്താകണം? ഖറഅതു കിതാബല്ലാഹ്. ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. വആമൻതു, ഞാൻ എന്തിലുണ്ട്? അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തു, ഞാനതിൽ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? അള്ളാഹു മലായിക്കത്തുകളോട് പറയും, സ്വർഗത്തിൽ നിന്നൊരു വഴി ഇവളുടെ ഖബറിലേക്ക് വെട്ടണം, തെളിയിക്കണം. എന്നിട്ട് സ്വർഗീയ സുഗന്ധങ്ങളും പരിമളങ്ങളും അവിടുത്തെ ഉന്നത പട്ടുവസ്ത്രങ്ങളും ഈ ഖബറിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്ന് പറയും. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കുന്നുണ്ട്, ബിരുദാനന്ദ ബിരുദങ്ങൾ നേടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച അറിവുകളൊക്കെ നാളെ നമ്മളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന അറിവുകളല്ലെങ്കിൽ സഹോദരിമാരെ, ഞാനും നിങ്ങളും കഷ്ടപ്പെടും. അപ്പം നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കൾ ദീന് പഠിക്കുന്നതിൽ അതീവ തൽപരരായിരുന്ന ആളുകളായിരുന്നു. ആയിഷ റളിയല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, അൻസാറുകളായ സ്ത്രീകളാണ് ഏറ്റവും നല്ല ആളുകൾ. എന്താ? ഒരു അനുഗ്രഹിച്ച ആളുകളാണ്. എന്താണ്? അവർക്ക് ദീൻ അന്വേഷിക്കുന്നവരിൽ അവർക്ക് എന്തില്ല?
ലജ്ജല്ല, ഒരു ലജ്ജയുമില്ല, ഒരു മടിയുമില്ല. അപ്പം എന്താ, സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഹൈല്, നിഫാസ്, അതുപോലെ ജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള മതവിധികൾ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആര് മുന്നോട്ട് വരുമായിരുന്നു പഠിക്കാൻ? അൻസ്വാറി സ്ത്രീകൾ. നമുക്കെന്താണ്, എങ്ങനെ ഇപ്പം അത് ചോദിക്കുക അല്ലേ? അത് ചോദിക്കാൻ പറ്റിയൊരു കാര്യമില്ല. നമുക്കൊരു സംശയം അത്തരം വിഷയത്തിലുണ്ടെങ്കിൽ നമ്മളൊരു മനോഭാവം എന്താണ്, എങ്ങനെ ഇപ്പം ചോദിക്കുക? അപ്പോൾ അറിവ് നേടാൻ ഒരിക്കലും നമ്മൾ ലജ്ജ കാണിക്കരുത് എന്നുള്ള പാഠം നമ്മുടെ സ്വഭാവവന്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അറിവ് നേടുന്നതിൽ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ തൽപരരാകണം. നമുക്കറിയാം, പീസ് റേഡിയോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പിന്നെ പർദ്ദ മഫ്തയെ കേട്ടിട്ട് നമ്മൾ കോളേജിലൊന്നും പോകേണ്ട പഠിക്കണം എന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ എന്ന് പറയുന്ന 24 മണിക്കൂറും ഉള്ള ഒരു സംരംഭം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ആൻഡ്രോയിഡ് ഫോൺ മാത്രം നെറ്റും കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ 24 മണിക്കൂറും അതിൻ്റെ അറിവുകൾ നമ്മുടെ സാമ്പത്തിക മേഖലയിലുള്ള, ധാർമ്മിക മേഖലയിലുള്ള, വിശ്വാസ കാര്യങ്ങളിലുള്ള, കാർമ്മിക കാര്യങ്ങളിലുള്ള, നമ്മുടെ പാരൻറ്റിങ് വിഷയങ്ങളിലുള്ള, നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങളിൽ നമുക്ക് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നമുക്ക് പരിഹാരം നൽകുന്നുണ്ട്. അപ്പോൾ കൊടുക്കേണ്ട പരിഹാരമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്റ്റാർ ക്വസ്റ്റും അതുപോലെ മ്യൂസിക്കില്ലാത്ത പാട്ടുകളൊക്കെ എവിടെ കിട്ടുന്നുണ്ട്? എല്ലാം പീസ് റേഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ അടുക്കളയിൽ എന്ത് ചെയ്യാണ്? ഒരു സൗണ്ട് ബോക്സ് വെച്ച് 150 രൂപ കൊടുത്ത ഒരു സൗണ്ട് ബോക്സ് കിട്ടും. നമ്മളൊന്ന് ഓണാക്കി വെക്കും. 24 മണിക്കൂറും നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തും. നമ്മുടെ സ്വഭാവങ്ങൾക്ക് അറിവ് നേടണമെങ്കിൽ ആരടുത്ത് പോകണം? ആരടുത്ത് പോകേണ്ടിയിരുന്നു? റസൂലിൻ്റെ അടുത്ത് പോകേണ്ടിയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരായ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പോകേണ്ടിയിരുന്നു. പക്ഷെ നമുക്കെന്തുണ്ടാ? നമുക്ക് ആ ഒരു ഭാഗ്യമില്ല. പക്ഷെ നമുക്കെന്തുണ്ട്? ഒരുപാട് അറിവുകൾ നേടാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത് പരമാവധി നമ്മുടെ ജീവിതത്തോട് പ്രയോജനപ്പെടുത്തി നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ഹദീസ് കൃത്യമായി ആര് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള നിലക്ക് പറയാൻ സാധിക്കും? അല്ലേ? നമ്മൾ ഒരുപാട് പാട്ടൊക്കെ പഠിച്ചു വെക്കും അല്ലേ? ഒരു പാട്ട് കേട്ടാൽ എന്ത് ചെയ്യും? ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. റസൂലിൻ്റെ ഒരു ഹദീസ് നമ്മൾ പഠിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്തൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, എടി ഞാൻ ഇന്നാലൊരു ക്ലാസ്സിന് പോയിരുന്നു, ഞാനിന്ന് ക്ലാസ്സിന് പോയിരുന്നു, അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്നമാർക്കൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാർക്കാണ് ഇതിൽ വിഷയങ്ങൾ പറഞ്ഞത് എന്ന് പറയാൻ നമ്മുടെ മക്കളോടും മരുമക്കളോടും അയൽവാസികളോടും നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാകണം. എന്താ അങ്ങനെ പറഞ്ഞു കൊടുത്താലുള്ള മെച്ചം എന്താ? നമുക്ക് തോന്നും ഞാൻ പറഞ്ഞു പോക്ക് പറഞ്ഞു കൊടുക്കുക, പോക്കുവാണെങ്കിൽ അവൾ പഠിച്ചോട്ടെ എന്നുള്ള നിലപാടാണോ? എന്താ നമ്മളെ മനസ്സിലാക്കിയ ഒരു അറിവ് നമ്മുടെ സഹോദരിക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ വേഗം മരിച്ചു എന്ന് വിചാരിക്കുക. ആ വ്യക്തി നമ്മൾ പറഞ്ഞു കൊടുത്ത ആ അറിവ് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇനി ആ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ നമുക്ക് മരിച്ചു പോയാലും മായാതെ കിട്ടുന്ന, പ്രതിഫലം ചോരാതെ കിട്ടുന്ന ഒരു കാര്യമാണെന്ത്? സദഖത്തുൻ ജാരിയയാണെന്ത്? ഇൽമുൻ നാഫിയ എന്നുള്ളത്, നാഫിയായ ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത്. നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പീസ് റോഡിലൊക്കെ കേട്ടൊരു അറിവ് എന്ത് ചെയ്യണം? നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കും നമ്മുടെ സഹോദരിമാരിലേക്കും കുടുംബങ്ങളിലേക്കും മക്കളിലേക്കും ഒക്കെ എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. ചെറിയൊരു 2 കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഹിന്ദ് റളിയല്ലാഹു അൻഹ, നിങ്ങൾ കേട്ടിക്കണോ? ഹിന്ദ് റളിയല്ലാഹു അൻഹ യർമൂക്ക് യുദ്ധവേളയിൽ റോമക്കാരെന്ത് ചെയ്യുന്നുണ്ട്? ശത്രുക്കൾക്ക്, മുസ്ലിങ്ങളായ ആളുകൾക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? അതികഠിനമായ യുദ്ധം നടത്തുന്നുണ്ട്, അതികഠിനമായ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭർത്താവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? പേടിച്ചിട്ട് ഭയവിഹ്വലനായിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നുണ്ട്. യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ള എന്താണ്? ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പം ഹിന്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ഒരു മരപ്പലക എടുത്തിട്ട് എന്ത് ചെയ്തു? അബൂ സുഫിയാൻ്റെ കുതിരയ്ക്ക് നേരെ ഒരൊറ്റ കണ്ടു കൊടുത്തു. ഭർത്താവായ അബൂ സുഫിയാൻ്റെ കുതിരയുടെ നേരെ ഒരൊറ്റ മരക്കഷ്ണം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നത് എന്താണ്? കടുത്ത പാപമാണ്. നിങ്ങൾ തിരിച്ചു ചെല്ലണം. നിങ്ങൾ യുദ്ധത്തിലേക്ക് എന്ത് ചെയ്യണം?
തിരിച്ചു ചെല്ലണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ പോരാടി നിങ്ങൾ ഷഹീദാകുന്നതാണ് എനിക്കിഷ്ടം, മറിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടലല്ല. ഇതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ ഒക്കെ ദീനീപരമായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മഫ്തിടുമ്പോൾ അല്ലെങ്കിൽ ദീനീപരമായിട്ട് നടക്കുമ്പോൾ പലപ്പോഴും പല രക്ഷിതാക്കളും എന്ത് ചെയ്യും? ഈ ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യണ്ട, ഈ വലുതായിട്ട് ചെയ്തോ, ഈ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്തോ, ഇപ്പം നീ ചെയ്യണ്ട എന്നുള്ളൊരു നിലപാട് ചില രക്ഷിതാക്കൾ എടുക്കാറുണ്ട്. മക്കൾ ദീനീപരമായി 5 വക്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ, നെരിയാണിക്ക് മുകളിൽ പാൻ്റ് ഉടുക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പം അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. എന്ത്? നമ്മുടെ മദ്രസയിൽ ഒരു കുട്ടി എന്ത് ചെയ്തു? മുടി ബേക്കിൽ നല്ല അപ്പാച്ചി കട്ടൊക്കെ ആക്കിയിട്ട് ചരണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു, മോനെ ഇത് തെറ്റാണ്, ഇസ്ലാം ഒരിക്കലും നമ്മൾ ഇങ്ങനെ വെട്ടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, തെറ്റാണ്. നമ്മൾ മദ്രസയിൽ വരുന്ന എന്തിനാണ്? ദീന് പഠിക്കാനാണ്, അത് പ്രാവർത്തികമാക്കാനാണ്. അപ്പം ഇങ്ങനെ വെട്ടി വരരുതെന്ന്. പിന്നെ ഈ മാസവും കുട്ടി എന്ത് ചെയ്തു? അത് തന്നെ ആവർത്തിച്ചു. ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ടീച്ചറെ ഉമ്മച്ചി ഇങ്ങനെ വെട്ടാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മച്ചി ഇങ്ങനെ വെട്ടാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാതൃക കൊടുക്കണം. നമ്മളെ മക്കൾക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനമാണ് ഒരു ഉമ്മ കൊടുക്കേണ്ടത്. മറിച്ച് മക്കളെ തിന്മയിലേക്കും തെറ്റിലേക്കും വഴി നടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മോളാണ് ആര്? ആയിഷ റളിയല്ലാഹു. മറ്റൊരു മോളാണ് ആര്? ആരാ? അസ്മാ റളിയല്ലാഹു. അങ്ങനെ അവരുടെ മോൻ എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധക്കളത്തിൽ നിന്നും മകന് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, നമ്മുടെ കൂടെയുള്ള സൈന്യം കുറച്ചാണ്, അംഗബലം നമുക്ക് കുറവാണ്, നമുക്ക് യുദ്ധസാമഗ്രികളൊക്കെ കുറവാണ്, ഒന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കീഴടങ്ങണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ മരിക്കും ഉമ്മ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ഉമ്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ മകനോട് ഉമ്മ പറഞ്ഞു, എന്ത്? നീ ധീരമായിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകുക, അവിടെ പോയി നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ ഒരു ഉമ്മ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്കുള്ള അതേ മാനസികാവസ്ഥ. നമുക്ക് മക്കളുണ്ടല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് വിഷമാണ്, സങ്കടമാണ്. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്നും ഒരു മോനിങ്ങനെ വന്നിട്ട് നിസ്സഹായനായി വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? എന്നാ മോനെ ഇവിടെ നിന്നോ എന്നാണോ പറഞ്ഞത്? അല്ല. എന്ത് ചെയ്യണം? നീ യുദ്ധക്കളത്തിലേക്ക് പോകുക. അപ്പം നമ്മുടെ മക്കളെ ദീനിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട സപ്പോർട്ടും കരുത്തും കാവലും ആര് കൊടുക്കണം? ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ പാഠങ്ങളാണ്, ജീവിതങ്ങളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആയത്തോതി വെച്ചത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നന്മയെ പിന്തുടരും. അപ്പോൾ ഏതൊരു നന്മയെയും നമ്മൾ എന്ത് ചെയ്യണ്ട? നിസ്സാരമാക്കണ്ട. ഏതൊരു നന്മയെയും നമ്മൾ നിസ്സാരമാക്കണം. നമ്മൾ മനസ്സിലാക്കുക, ചെറിയ ചെറിയ പൊടി കഷ്ണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? വലിയ മലകളായി മാറുന്നത്. മല താനെ അങ്ങോട്ടുണ്ടായതാണോ? അല്ല, ചെറിയ ചെറിയ കല്ല് കഷ്ണങ്ങൾ കുമിഞ്ഞുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ചെറിയ ചെറിയ അമലുകൾ നാളെ പർവ്വതീകരിച്ച് നാളെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ നമുക്ക് കാവലായി, തണലായി, നമുക്ക് ആശ്വാസമായി, നമ്മുടെ മീസാനിൽ കണം തൂങ്ങുന്ന കർമ്മങ്ങളായി അവിടെ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സന്നദ്ധരാകണം, ഒരുങ്ങണം. അല്ലേ? എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ട് കൃത്യമായിട്ട് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ പടച്ചതിൻ്റെ കൃത്യമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? 3-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. നിശ്ചയമായും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു പഠിച്ചതിനാണ്. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നോക്കാൻ. അല്ലേ? അല്ലാഹു നമുക്ക് ദുനിയാവിൽ ഒരു 30 വർഷക്കാലം അല്ലെങ്കിൽ 40, 50 അല്ലാഹു എത്രയാണോ നമുക്ക് കണക്കാക്കിയത് ആ ഒരു വർഷക്കാലം മാത്രം നമ്മൾ ഉണ്ടാകുക. പിന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഖബറുണ്ട്, ഖബർ ജീവിതമുണ്ട്, മീസാനുണ്ട്, ബർസഖുണ്ട്,
സിറാത്ത് പാലുണ്ട്, സ്വർഗനരകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളാണ്. നാളെ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? നമ്മൾ ഇന്ന് ചെയ്തു വെച്ച പ്രതിഫലങ്ങൾ അല്ല കർമ്മങ്ങളാണ് നമുക്കുണ്ടാകുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്ത് ഇന്ന് കർമ്മം ചെയ്യാനുള്ള വേദിയാണ് ദുനിയാവിലെ ജീവിതം, നാളെന്താണ് പ്രതിഫലത്തിൻ്റെ വേദിയുമാണ്. നമ്മൾ മനസ്സിലാക്കുക, തുച്ഛമായി നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകുക. ഇപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നു എനിക്ക് ഉറപ്പില്ല അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് മരണം വന്ന് പിടികൂടിയാൽ നമ്മൾ ഇന്ന് വരെ ചെയ്തു വെച്ച കർമ്മം കൊണ്ട് നമ്മൾ പോകേണ്ടി വരും. ഈ കുറച്ചവിടെ നിൽക്ക്, ഞാൻ കുറച്ചവിടെ നിൽക്ക്, ഇതും കൂടി ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല അല്ലേ? ഏതോ മരണത്തിന്റെ മുമ്പിലേക്കും മലായിക്കത്തുകൾ വരുമ്പോൾ പറയും, എന്ത് ഇന്നൊന്നും മടക്കി തരണേ, കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി എന്ന് പറയും. ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ അമല് ചെയ്യാം, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാം, ഞാൻ നമസ്കരിക്കാൻ നോമ്പ് വെക്കുന്നു. അപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊണ്ടക്കുഴിയിലെത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് മുമ്പ് നമ്മൾ സന്നദ്ധരാകും. നമ്മുടെ സ്വഹാബ വനിതകൾ നന്മകൾ ചെയ്യാൻ മത്സരിക്കുമായിരുന്നു. അവർ മുൻകടന്ന ആളുകളാണ്, നന്മയിൽ മുൻകടന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു സ്വഭാവ മഹിമ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ? അവരല്ല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളല്ലാതെ തൃപ്തിപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു നമ്മയും തൃപ്തിപ്പെടണം. ഓൾക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി, നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പം പരമാവധി ദീനുമായി സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടു ജീവിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകുക. അള്ളാഹു അതിനുള്ള സാഹചര്യവും തൗഫീഖും എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ, സന്താനങ്ങളിലൊക്കെ നമുക്ക് കൺകുളിർമയുള്ള ഒരു ജീവിതം അള്ളാഹു നൽകട്ടെ. നമ്മളിൽ രോഗിയായി കടം കൊണ്ടും ഒക്കെ വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അവരുടെ കടം വീട്ടുവാനുള്ള സാമ്പത്തിക സ്ഥിതിയും അവരുടെ രോഗം ശിഫയാകാനുള്ള സാഹചര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.